പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന് താൽക്കാലിക ആശ്വാസം. ഈ മാസം 28 വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. താൻ നിരപരാധിയാണെന്നും അന്വേഷണത്തോട് സഹകരിക്കുവാൻ തയ്യാറാണെന്നും കാട്ടി ഷുഹൈബ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വിധി. ജനുവരി 28-ന് കേസ് വീണ്ടും പരിഗണിക്കും. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളായിരുന്നു ചോർന്നത്. ചോദ്യപേപ്പർ ചോർച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 1ാം പ്രതിയാണ് ഷുഹൈബ്. ഒളിവിൽ പോയ ഷുഹൈബ് മുൻകൂർ ജാമ്യ ഹർജിയുമായി കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഇത് തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഷുഹൈബ് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബിനെ ബലിയാടാക്കുകയാണെന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അഭിഭാഷകൻ വാദിച്ചു. ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില യൂട്യൂബ് വിദ്യാഭ്യാസ ചാനലുകളുടെ ഗൂഢാലോചനയുടെ ഫലമാണ് തനിക്കെതിരെയുള്ള കേസ് എന്നാണ് ഷുഹൈബിന്റെ വാദം. ഈ സ്ഥാപനങ്ങളുടെ പേരും കോഴിക്കോട് ജില്ലയിലെ ഒരു അധ്യാപകന്റെ കാര്യവും ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ +1-ന് തയ്യാറെടുപ്പിക്കാൻ സഹായിക്കുകയാണ് താൻ ചെയ്യുന്നത്. ഈ മേഖലയിൽ 8 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത എന്ന് കണക്കാക്കാനാകും. എല്ലാ അധ്യാപകരും ഈ വിധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് വ്യക്തമാക്കിയത്. ഇതേ ചോദ്യങ്ങൾ മറ്റു ചില യൂട്യൂബ് ചാനലുകളും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ തനിക്കെതിരെയാണ് കേസ് എടുത്തത്. താൻ എങ്ങനെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നും ഇതിന്റെ മാർഗങ്ങൾ എന്താണെന്നും വിശദമാക്കാൻ തയ്യാറാണ്. എന്നാൽ അതിനുള്ള അവസരം ലഭിക്കുന്നില്ല. പകരം അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്നും ഷുഹൈബ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. സ്കൂളിലെ അധ്യാപകരെക്കാൾ വേഗത്തിൽ താൻ പാഠഭാഗങ്ങൾ തീർക്കുന്നതുകൊണ്ടുള്ള ചിലരുടെ വൈരാഗ്യബുദ്ധിയും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടെന്നും ഷുഹൈബ് പറയുന്നു.